ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ കുട്ടികൾക്കൊന്നും അസുഖമൊന്നും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാനുള്ള ധൃതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പതിവ് പോലെ ഇച്ചുവിന് നേരം വൈകി കേട്ടോ. അപ്പോൾ അവൾ പെട്ടെന്ന് സ്കൂൾ കൊണ്ടാക്കിയിട്ട് രണ്ട് ബേബികളെയും കൊണ്ട് ഞാനും കാക്കും പോകാമെന്നുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇന്നലെ തന്നെ ഋതുവിനെ ഞാൻ പറഞ്ഞയച്ചില്ല. ബേബികൾക്കൊക്കെ തീരെ വയ്യായിരുന്നു. ഷെയ്മോൾ ഇന്നലെ ടൂറും പോയതല്ലേ. അപ്പോൾ ഇന്ന് ഋതുവിനെ പറഞ്ഞയച്ചു കേട്ടോ. 9ാം ക്ലാസ്സൊക്കെ അല്ലേ, ക്ലാസ് മുടക്കാനാവില്ല എന്ന് കരുതിയിട്ട്. ഷെയ്മോൾ ഉണ്ടല്ലോ ഇന്ന് ടൂറ് പോയി വന്നിട്ട് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഒരു ബേബിനെ കാക്കുവിൻ്റെ അടുത്ത് കൊടുത്ത് ഒരു ബേബിനെ ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് കരുതികാണ്ടേ. അപ്പോത്തിന് കാക്കു ഓടി വന്ന് ഓളെ കൊണ്ടാക്കി കാണ്ട് ഓടി വന്നപ്പോത്തിന് ചെറിയ പണികളൊക്കെ തീർത്തു കിട്ടോ. എന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഷെയ്മോളും ഉണ്ടല്ലോ കുളിപ്പിക്കലൊക്കെ കഴിച്ച് തല നനച്ചിട്ടില്ല കേട്ടോ. രണ്ടിനെയും ഉറക്കിയിട്ട് പെട്ടെന്ന് എടുവിടാ പണികൾ തീർക്കുകയാണ്. അപ്പോൾ ചോറും ഉണ്ടാക്കി, ചെറിയരിക്കഞ്ഞി ഉണ്ടാക്കി കേട്ടോ. കുറിയരിക്കഞ്ഞിയൊക്കെ പറയും ഇവിടെ മലപ്പുറത്ത് കേട്ടോ. അപ്പം അതൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കും ആ കഞ്ഞി മതിയായിരുന്നു, ബേബി ആൾക്കും കൊടുക്കാമെന്ന് കരുതി. ഇങ്ങനെ ഛർദ്ദിക്കണല്ലേ. അപ്പം രണ്ട് പേരും കാട്ടണം കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിന് നിന്ന് ഒരുപാട് നേരമാവും കാക്കു പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കി, എംഎസ്ക്ക് ഒന്നും കൂടി വിളിച്ച് ചോദിച്ചു നോക്കി. ചിലപ്പോൾ ഡോക്ടർ ലീവ് ഉണ്ടാവലുണ്ടല്ലോ. അപ്പം പതിവ് പോലെ ഡോക്ടർ ലീവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടു ഞാൻ കുട്ടികളെ അവിടെ തന്നെ കിടന്നുറങ്ങിക്കോട്ടെ എന്നും കരുതി. അപ്പോൾ ഷെയ്മോളോട് ഇടപെടാ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ പറഞ്ഞു. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ മഞ്ചേരി ഏതെങ്കിലും പീഡിയാട്രീഷ്യനെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ 2 ദിവസം മുന്നേ തന്നാട്ടോ. താഴത്തെ ഉമ്മ കാക്കുവിൻ്റെ ഉമ്മ തന്നതാണ് വെണ്ടക്ക കേട്ടോ. വെണ്ടക്ക ഉണ്ടാക്കാനും വേണ്ടി ഞാൻ പുറത്ത് വെച്ചപ്പോൾ നമുക്ക് ഇവിടെ മുടിയളീച്ചൻ്റെ ഇറച്ചി കിട്ടി. അപ്പം ഞാനത് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. അപ്പം ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇറച്ചി മീനൊന്നും ഇല്ല കേട്ടോ. ഇറച്ചിയൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം മീനൊന്നും വന്നിട്ടില്ല. വെള്ളിയാഴ്ച ഒന്നും ഇവിടെ ഒന്നും മീൻ വരില്ല കേട്ടോ. അപ്പം എന്താ അപ്പം ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, ഈ വെണ്ടക്ക ഇട്ടുകാണ്ട് ഒരു മുളിട്ട കറി ഉണ്ടാക്കിക്കളായിരുന്നു. അപ്പം നീട്ടി വലിച്ച് കറിയൊന്നും ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ സ്ഥിരം ഉണ്ടാക്കലുണ്ട്. നല്ല രസമാണ്. വെണ്ടക്ക നല്ല കുറച്ചൊന്നും ഒരു മൂപ്പ് കയറിയിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടേ മൂപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൽ 3-4 ഇളയതുണ്ടായിരുന്നു. അപ്പം ഞാൻ ലേസം വെളിച്ചെണ്ണയൊക്കെ പറന്നിട്ട് ഉള്ളി വാട്ടിയിട്ട് തക്കാളി ഇട്ടു കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ അതിന് വെണ്ടക്ക ചെറുതായിട്ട് നുറുക്കിയിരുന്നു കേട്ടോ. ഞാനൊരു ഇഞ്ചി കഷ്ണം ഇട്ടു കേട്ടോ. ഇഞ്ചി കഷ്ണം നന്നായി കുത്തി ചതച്ചിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. തുള്ളി കരിയേപ്പ് ഇട്ടുക. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ അതൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിട്ടോ. വേറെ മസാലകളൊന്നും ഞാൻ ഇടലില്ല കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കിയിനി വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ അതാക്കിയിട്ട്. അപ്പം ഞാൻ തേങ്ങ അരച്ച് പോരും കേട്ടോ. ഇതിങ്ങനെ മുളിടുമ്പോൾ അതുപോലെ ചെറിയ കുറുമാക്കി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൽ. ബാക്കിയില്ല ഞാൻ വെണ്ടക്ക അയക്കാണ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രേവി പോലെ ഉണ്ടാക്കാലോ കരുതികാണ്ട്. മറ്റേ നീട്ടി വലിച്ചുണ്ടാക്കിയാൽ ഓൽക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ വെണ്ടക്ക ഇട്ടിട്ടേ ഒന്നുകൊണ്ട് നല്ലോണം വഴറ്റിയിട്ട് ലേസം പുളിവെള്ളം പോരും. എന്നിട്ട് നന്നായിട്ടാണ് അടച്ചു വെക്കും കേട്ടോ. നന്നായിട്ട് ഇങ്ങോട്ട് ഗ്രേവി ആവണ വരെ ചെറിയ തീയിലിട്ടുകാണ്ട് വേവിക്കും. നല്ല രസമാട്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കോണ്ട്. വെണ്ടക്ക എല്ലാവരും മുകളിടലുണ്ടാവൂലേ. അപ്പം ഞാനിതിങ്ങനെ ഗ്രേവി ആക്കി കാണ്ട ഉണ്ടാക്കൽ. ചെറുതീയിലിട്ട് കാണ്ട് അടച്ചു വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കടുക് ഇട്ടുകാണ്ട് കറിവേപ്പില ഇട്ടുകാണ്ട് തൂമിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു അടുത്ത് എന്താ കൂട്ടാനുണ്ടാക്കുകയെന്ന്. അതിൻ്റെ ഇടയിൽ മക്കളെടുത്ത് പോയി നോക്കിട്ടോ. ഷെയ്മോളെ ഞാൻ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. ബേബിയാളെ മാറ്റി ഒരുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ ഡോക്ടറെ അടുത്ത് പോകാൻ. അപ്പോൾ ഡോക്ടർ ഉംറക്ക് പോയതാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ കാണിച്ചിരുന്നു. ഇനി ഡോക്ടർ 8-ാം തീയതി വരുള്ളൂ പറഞ്ഞു. വേറെ ഡോക്ടർ ഉണ്ട്. അപ്പം ഇനി നല്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പോവാമെന്ന് കരുതിക്കാണ്ട് മറ്റേ മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളന്ന് മലബാറിൽ കാണിച്ചില്ലേ, ആ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ മറ്റേ ബേബിക്ക് ലേസം കൊടുക്കലുണ്ട്. ആളും ബേബിയാളെ വയറൊന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഭക്ഷണമൊന്നും നേർക്ക് കഴിക്കണില്ല. പിന്നെ ഛർദ്ദിക്കുക. ഇന്നലെ പൊന്നൊക്കെ നന്നായിട്ട് ഛർദ്ദിച്ചിരുന്നു കേട്ടോ. പൊന്നുവിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പൊന്നിങ്ങനെ പിച്ച വെക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ച് നടക്കാനുള്ള ശ്രമം നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. ഉമ്മയും തന്നെ പിച്ച വെച്ച് നടക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മാനോട് ഞാൻ പറയും ഒരു ഭാഗത്ത് ഇരിക്കും മാറി ഉമ്മാനെ കുറച്ചൊക്കെ നടപ്പിക്കണം, എന്നാലേ റെഡി ആവുള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ ഒഴിവൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒഴിവിനനുസരിച്ച് ഞാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തൊക്കെ ഉണ്ടാവുമ്പോഴേ ഉമ്മ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു നോക്കൂ കേട്ടോ. ഉമ്മ പിടിക്കാതെയൊക്കെ അടുക്കളയിലേക്കൊക്കെ വന്നിട്ടോ. എന്നാലും ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെയും ഇവിടെയൊക്കെ. ആ ഒരു ധൈര്യത്തിലാട്ടോ. അല്ലാതെ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മായിടുന്ന് ഒറ്റക്ക് കുളിച്ചു നോക്കിയുമ്മ, ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ചേരാം. എന്നാൽ ഷെയ്മോളും ഉണ്ടല്ലോ. ഷെയ്മോൾ ഉണ്ടാകുമ്പോൾ ഷെയ്മോൾ എല്ലാത്തിനും സഹായിച്ചു കൊടുക്കും കേട്ടോ. ഷെയ്മോൾ കൊടുന്ന സാമഗ്രന്ഥികളാണ് അതൊക്കെ കേട്ടോ. എന്തൊക്കെയാ ലൈറ്റും അതും ഇതൊക്കെ കൊടുന്നിക്കണം കുഞ്ഞുവാവകൾക്ക് കേട്ടോ.
അപ്പോൾ ഓലെ കളിപ്പിക്കുകയാണ്. ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞോണ്ടേ അപ്പം ഇനി ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. ഇനി ഒരു ഉറക്കൊക്കെ വരുമ്പോൾ നോക്കരുത്. ഉറക്കം ഉറങ്ങി എണീറ്റു. അതിൻ്റെ ഇടയിൽ ഞാൻ ലിനുമോളെ കൊണ്ടുപോയി കുളിപ്പിച്ചു കേട്ടോ. ആ ബ്രെഡ് എടുത്ത് കണ്ട് ആകെ പിച്ച് ചീന്തിട്ട് പിന്നെയും കരയട്ടോ ബ്രെഡിന്. അപ്പോൾ ഒരു പിച്ച് ഞാൻ കൊടുത്തു. പിച്ച് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുണ്ടാവല്ലേ, കഷ്ണത്തിനാണ് പറയാട്ടോ, ബ്രെഡിൻ്റെ കഷ്ണത്തിന്. അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. കൊടുക്കും ഞാൻ ചെറിയ അരി തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ചെറിയ അരിയാണ് വെക്കല്. അപ്പോൾ ബേബിയാക്കും കൊടുക്കും, ലിനുവിനും കൊടുക്കും, പിന്നെ ഉമ്മച്ചിക്കും കൊടുക്കും കേട്ടോ. ഉമ്മച്ചിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കണ് എന്തൊക്കെയാ തത്തമ്മയും എന്തൊക്കെയോ കൊടുന്നിട്ടുണ്ട് കേട്ടോ ഓള്. ഇന്നലെ രാത്രി 1 മണി ആയപ്പോഴൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഓള്. പിന്നെ കാക്കു സ്കൂളിൽ പോയി കണ്ട് കൊടുന്നു. ഇപ്പം എന്തായാലും വൈകുന്നേരമൊക്കെ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ബേബിയാളെ കൊണ്ടുപോകാമെന്ന് കരുതി. ഓലെ ഞാൻ ഓളെടുത്ത് വെച്ച് കാണ്ടി ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാമെന്ന് കരുതി. തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടി കൊണ്ടേ തുടക്കലും തിരുമ്പലൊക്കെ ഞാൻ നിർത്തി വെച്ചിരുന്നു. പിന്നെ മൂത്ര കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ പാത്തക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ അതൊക്കെ രാവിലെ അങ്ങോട്ട് തിരുമ്പിയിട്ടു കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഇനി വന്നിട്ട് ചെയ്യരുത്. ചോറും ഉണ്ടാക്കി വെച്ചു, ചെറുകരി ഉണ്ടാക്കി വെച്ചു. അപ്പോഴാണ് ഇപ്പോൾ ഡോക്ടർ ലീവാന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ വെണ്ടക്ക കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളി അരിയട്ടെ കേട്ടോ. കാക്കു പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 4 മുട്ട കൊണ്ടുവരേണ്ടിയിരുന്നു. അപ്പം ഒന്ന് മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ വലിയ നോസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ 4 കഷ്ണാക്കി മുറിക്കാമല്ലോ. ഞാനും ഷെയ്മോളും കാക്കും എല്ലാം ഉള്ളൂ ഇന്ന്. അപ്പം ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ കൊണ്ടുപോകാമെന്നില്ല കരുതിയിട്ട് ഞാൻ ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ ഭക്ഷണമൊക്കെ കേട്ടോ. വൈകുന്നേരം ഇന്നൊരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നാത്തൂൻ്റെ വീട്ടിൽ. അപ്പം അങ്ങോട്ട് പോകണമെന്നുണ്ട്. അപ്പം പിന്നെ അധിക ഭക്ഷണമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഗ്യാസും നോക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യൽ, 2 നേരം ആക്കി കണ്ട വെക്കൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കോയൽ കിണറിലെ വെള്ളമല്ലേ, അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ വലഞ്ഞു പോകും. അപ്പോൾ 2 നേരം ആക്കിയാണ്ട് വെക്കും. ഇന്ന് പിന്നെ ഞാൻ 1 നേരം വെച്ചിട്ടുള്ളൂ. വൈകുന്നേരം അതിലെ പോവാന്നുള്ള പരിപാടിക്ക്. അപ്പോൾ മുട്ടയിൽ കുറേ പച്ചമുളക് തിരഞ്ഞപ്പോൾ കിട്ടിയില്ല കേട്ടോ. അതിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടുകാണ്ട് അതൊക്കെ മതി. ഒരു കാന്താരിൻ്റെ ചെറിയൊരു മുളകും കിട്ടി. അതൊക്കെ ഇട്ടുകാണ്ട് അങ്ങോട്ട് നീട്ടി വലിച്ചാണ്ട് ഉണ്ടാക്കട്ടെ എന്ന് കരുതി. ഇന്നിപ്പോൾ ദിമ്മലാണ് തീർപ്പതിപ്പെടട്ടെ. ഇന്നലെ ഇപ്പോൾ ഇറച്ചിയൊക്കെ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞില്ല മുടിയളീച്ചലൊക്കെ ഉണ്ടായിരുന്നു എന്ന്. നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാല്ലേ. ബേബി കുപ്പായടായിട്ടായിരിക്കും. അവൾ പെട്ടെന്നാണ് ബെഡിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ. അപ്പോൾ ഇടാനുള്ള ടൈമും കിട്ടിയില്ല. പിന്നെ ഓളോ ഒരിക്കലും മാറ്റലും എല്ലാം കൂടി തിരക്കായിട്ട് പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ മറന്നും പോയിട്ടോ. അതാണ് ഇന്നലെ കമൻറ്റ് ബോക്സ് ഓഫായത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മുറ്റൊക്കെ അടിക്കാൻ പോകാൻ. രാവിലെ ഒന്നും മുറ്റൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. മുറ്റൊന്നും വൃത്തികേടായി കിടക്കണമൊന്നുമില്ല. ഇന്നലെ കണ്ടില്ല കാക്കു ആകെ ചെത്തിക്കോരി നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗം അങ്ങനെ ക്ലിയർ ആക്കി ഇടലുണ്ട്. നമ്മളകത്തൊക്കെ ഉണ്ട് കുറച്ച്. അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇൻഷാ അള്ളാ. അപ്പം ഇന്നലെ അമ്മ ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ ഒരതി പേപ്പർ കൊണ്ട് വരക്കണമെന്ന്. അതുകൊണ്ടൊക്കെ ശരിയാവും തോന്നണില്ല എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഒരതി പേപ്പർ കൊണ്ട് വരച്ചാലും നമ്മളൊന്ന് വൃത്തിയാക്കേണ്ടി വരും. കഴുകി വൃത്തിയാക്കിയാലും ഞാൻ കാക്കുവിനോട് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇന്നാൾ ഇതിലൊരു കമൻറ്റ് കിട്ടിയിരുന്നു, നന്നായിട്ട് വെള്ളം അടിക്കണൊരു യന്ത്രമുണ്ട്, അത് വാങ്ങാൻ കിട്ടും വാടകയ്ക്ക് എന്ന്. കാക്കു പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നടക്കൂല പറയുന്നുണ്ട്. അത് മൊത്തത്തിൽ കുറേ ഉണ്ടല്ലോ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. വൈറ്റ് അടിച്ചാൻ കഴിയൂലെങ്കിലും ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ നോൽമ്പ് പണിയൊക്കെ എടുക്കാണ്ടല്ലോ. അപ്പോൾ ലേശിച്ചൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇന്നിപ്പോൾ ഷെയ്മോളില്ലോണ്ട് ഷെയ്മോളൊന്നും അടിച്ചു വരാനൊന്നും നിന്നില്ല. ഓളനെ അധികം അടിച്ചു വരി തരലൊക്കെ. ഇന്നിപ്പോൾ ഇനി വന്ന ക്ഷീണമൊക്കെ അല്ലേ എഴുതിക്കാണ്ട് ഞാൻ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടിയല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും കമൻറ്റ് ബോക്സിലും അവിടെയും ഇവിടെയൊക്കെ. ഞാൻ പഴയതിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. താത്ത എന്നും ആസ്പത്രിക്ക് പോലെന്നെ പണിയെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പോൾ വേറെ എന്താ പണിയില്ലേ. ഇതൊക്കെ തന്നെ ഉള്ളൂ വിടാൻ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ പുറത്ത് പോയൊക്കെ വ്ളോഗ് ചെയ്യണം. അതൊന്നും ഇപ്പോൾ എപ്പോഴും നടക്കൂലല്ലോ, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത സബ്സ്ക്രൈബേഴ്സ്മാർക്ക് ഫ്രണ്ട്സുകൾക്ക് നന്നായിട്ട് അറിയാമല്ലേ. അങ്ങനെ പുറത്ത് പോയിക്കാണ്ട് എപ്പോഴൊന്നും ഒന്നിനും കഴിയൂല എന്ന്. ഇവരെയൊക്കെ കൊണ്ടുപോവും വേണ്ടേ. അപ്പം ഇനി എപ്പോഴെങ്കിലുമൊക്കെ പോകണം ഇൻഷാ അള്ളാ. പുറത്ത് പോയാൽ അതിൻ്റേതായ ചിലവും കാര്യങ്ങളും വേറെ ഉണ്ട്. പിന്നെ എന്താണെന്ന് മക്കളെ, 10 ഉറുപ്പ്യ യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ 2-3-4 ഉറുപ്പ്യ നമ്മൾ പുറത്ത് ചിലവാക്കണം. അല്ലാതെ ഒന്നും നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടൂല. അന്ന് നമ്മളെ ചട്ടിയും കുടിക്കുകയും വെണ്ടക്ക കറിയും മുട്ട റോസ്റ്റും ഒക്കെ ആരെങ്കിലും കാണാൻ വരുമോ. അല്ലെങ്കിൽ പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണം. എനിക്കൊക്കെ കാര്യമായിട്ട് വ്ളോഗ് എടുത്താൽ കൂടുക, വ്യൂ കൂടുക. എൻ്റെ വലിയ യൂട്യൂബർമാരൊക്കെ വിളിക്കുമ്പോൾ പറയട്ടോ, താത്ത കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി വീഡിയോ എടുക്കുന്നാലാ അത് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറയട്ടോ. അതിനൊന്നും ഇപ്പോൾ നമുക്ക് കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കൂടിയിരുന്നു. പിന്നെ നമുക്ക് ഇല്ലതുപോലെ ഓണം പറഞ്ഞ പോലെ ഇല്ലതുപോലെ ചെയ്യാം. അപ്പോൾ കടുക് കരിയേപ്പിട്ട് കാണ്ട് അത് ആ ഗ്രേവി അങ്ങോട്ട് റെഡിയാക്കിട്ടോ.
അപ്പോൾ അതിന് കാക്കു പള്ളിക്കൊക്കെ പോയി വന്നപ്പോൾ ഷെയ്മോളുണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കഥയായിരിക്കും കേട്ടോ. വെള്ളിയാഴ്ച കോറിയൊന്നും ഉണ്ടാവില്ല, വെള്ളിയാഴ്ച കാക്കു പോവലും ഇല്ല കേട്ടോ. വെള്ളിയാഴ്ച അവർക്ക് കോറിക്കാർക്കൊക്കെ ലീവാണ്. അപ്പം പള്ളിയിൽ പോകാനൊക്കെ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ പരക്കാൻ പായലാണ് കാക്കു എല്ലാം കൂടി. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരും വേണ്ടേ. അപ്പം ഉമ്മാനെ നേരത്തെ കുളിപ്പിച്ച് റെഡിയാക്കുന്നത്. അപ്പോൾ ഷെയ്മോളും ഇല്ലോണ്ടേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് കരുതി. അപ്പോൾ ഇതാക്കണ് നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു പുളിപ്പായിരിക്കും. ഈ പുളിപ്പും എരിവും ഒക്കെ പാടെ കൂടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് കറിയും ആക്കാം കേട്ടോ. പിന്നെ ഞാനങ്ങനെ നീട്ടി വലിച്ചിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചട്ടി, ഇതൊരു ചട്ടിയല്ല കേട്ടോ, നമ്മളെ കാസാന്നൊക്കെ പറയും. കാസാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവല്ലേ, പൊട്ടുന്ന പാത്രമാണ് കേട്ടോ. അത് കാണുമ്പോൾ ഒരു ചട്ടി പോലെ ഉണ്ടല്ലേ. കാക്കു സൗദിയിലായെന്ന് കൊടുന്നെന്നാട്ടോ. കുറേ കാലമായി ഞാൻ നോൽമ്പിനൊക്കെ എടുക്കല, കറി എടുക്കാനും ഇതിനൊക്കെ പാത്രം വെക്കലാണ്. അപ്പോൾ ഈ ചെറിയ ഗ്രേവിയൊക്കെ ആവുമ്പോഴേ ഞാനിങ്ങനെ ഇതിലേക്ക് ഇട്ട് വെക്കും. അപ്പം നല്ല രസമാണല്ലോ. അതാക്കണം. നമ്മളെ മുട്ട ആംപ്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുട്ട ഒന്ന് വലിച്ചിട്ടപ്പോൾ 4 കണ്ടായില്ലേ, ആകെ ചിക്കിപ്പനിക്ക്. അപ്പോൾ അതാക്കണ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കട്ടെ. രാവിലെ ഒരു 10 മണിക്ക് വെച്ചതല്ലേ, കുട്ടികൾക്കൊക്കെ കൊടുത്തുകാണ്ട് പോകാമെന്നുള്ള പരിപാടിക്ക് വെച്ചതായിരുന്നു. ബേബികളൊന്നും വല്ലാതെ കഴിച്ചില്ല കേട്ടോ, അവൾക്കൊന്നും കഴിക്കാൻ കഴിയണില്ല. എന്തായാലും വയറൊന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പീഡിയാട്രീഷ്യനെ കാണിക്കുക തന്നെ വേണം. പിന്നെ ഇതാക്കണ്, എന്നാൽ ഇത് ചൂടാക്കിയിട്ട് ഉമ്മാക്ക് കൊടുക്കട്ടെ. അപ്പം ഉമ്മാക്കും ഉമ്മാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒറ്റക്കൊക്കെ കുളിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ, പണികളൊക്കെ ചെറുതായിട്ടില്ല പണികളൊക്കെ കഴിഞ്ഞു. മുറ്റടിക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി ക്യാമറ ഓഫ് ചെയ്ത് ചെയ്തു. എല്ലാം കൃത്യസമയത്തിന് റെഡി ആവില്ല എന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഭക്ഷണങ്ങളൊക്കെ ആ സമയമാകുമ്പോൾ റെഡിയാക്കും കേട്ടോ. ഇനി 10 മിനിറ്റ് ആയാലും ആ നേരമാകുമ്പോൾ 1:30-2 മണിയാകുമ്പോൾ അപ്പോൾ ഇതിന് റെഡിയാക്കും. അല്ലാത്ത പണികളൊക്കെ ഞാൻ അങ്ങനെ നമുക്ക് ഓടിക്കരിച്ച് കണ്ട് എടുക്കാൻ വയ്യല്ലോ, പ്രഷറും ഷുഗറൊക്കെ കുറയും. അപ്പം ഞാൻ സാഹചര്യത്തിനനുസരിച്ച് മാറും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.